നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് 2026 ഫെബ്രുവരി 17 തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അനുബന്ധ ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് നീങ്ങാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 0.9 കിലോമീറ്റർ ഉയരത്തിൽ കേരള തീരത്ത് നിന്ന് തെക്കു കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ്. ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാകാനാണ് സാധ്യത. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 40 മുതൽ 60%, കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 3 മുതൽ 8 കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത. പൊതുനിർദ്ദേശങ്ങൾ: കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ്. വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ്. നെല്ലിൽ 50% കതിരിടുമ്പോൾ മണികറുക്കൽ രോഗം കാണാൻ സാധ്യതയുണ്ട്. ഇതിനെ നിയന്ത്രിക്കാനായി 2 ഗ്രാം കൊസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. പുഞ്ചകൃഷിക്കായുള്ള ഞാറ് 4-5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണാസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂറിൽ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളകഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഒരു പരിധിവരെ തടയാം. ഈ കാലാവസ്ഥയിൽ വാഴയിൽ നീമാവിരകളെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരു കന്നിന് പെസിലോമൈസസ് ലിലാസിനസ് 5 ഗ്രാം എന്ന തോതിൽ പുരട്ടുകയോ അല്ലെങ്കിൽ നട്ട് 45 ദിവസം കഴിയുമ്പോൾ തടത്തിൽ 10 ഗ്രാം വീതം ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ്. വെള്ളരിവർഗ പച്ചക്കറികളിൽ കായ്ച്ചകളുടെ ആക്രമണം നിയന്ത്രിക്കാനായി കേടുവന്ന കായകൾ പറിച്ച് നീക്കം ചെയ്ത് നശിപ്പിക്കുക. പച്ചക്കറികളിലെ കായ്ച്ചകളെ നിയന്ത്രിക്കാൻ പ്രത്യേക ഫിറമോൺ കെണിയായ ക്യൂലൂർ 6 എണ്ണം വീതം 1 ഏക്കറിന് എന്ന തോതിൽ അല്ലെങ്കിൽ പാളയങ്കോടൻ പഴക്കെണികൾ ഉപയോഗിക്കുക. എന്നിട്ടും കുറവില്ലെങ്കിൽ 2 മില്ലി സയാൻഡ്രനിലിപ്രോൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. മൃഗസംരക്ഷണം: തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക. കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് തടയുന്നതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുക. നന്ദി.